നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന ടോപ്പിക്ക് വിറ്റാമിൻ ഡി ശരീരത്തിനകത്ത് ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ഈ ഒരു വിറ്റാമിൻ ഡി നമ്മുടെ ബോഡിയിൽ പൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വിറ്റാമിൻ ഡിക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്. സൺഷൈൻ വിറ്റാമിൻ എന്നാണ് വിറ്റാമിൻ ഡി അറിയപ്പെടുന്നത്. വിറ്റാമിൻസ് എന്ന് പറയുന്നത് ശരിക്കും മൈക്രോ അതുപോലെ തന്നെ മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മാക്രോ ന്യൂട്രിയൻസിനകത്ത് വരുന്നതാണ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും ഫാറ്റ്സും ഒക്കെ. മൈക്രോ അതായത് ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിനകത്തോട്ട് വേണ്ടതാണ് മൈക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് വിറ്റാമിൻസും അതുപോലെ തന്നെ മിനറൽസും. ഈ ഒരു വിറ്റാമിൻസിൽ അത് ADEK എന്ന് പറഞ്ഞ 4 വിറ്റാമിൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് കൊഴുപ്പിൽ അലിയുന്നതാണ്. BNC ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഫാറ്റിൽ അഥവാ കൊഴുപ്പിൽ അലിയേണ്ടതാണ് ADEK. BNC എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിയുന്നതാണ്. അതിൽ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഫാറ്റിൽ അലിയുന്ന അല്ലെങ്കിൽ കൊഴുപ്പിൽ അലിയുന്ന വിറ്റാമിനിൽ ഡി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിനാണ്. അതുപോലെ A ആയിക്കോട്ടെ D ആയിക്കോട്ടെ Eയും Kയും ഒക്കെ തന്നെ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ വിറ്റാമിൻ ഡി നിങ്ങളുടെ ശരീരത്തിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് സിംറ്റംസ് കാണിക്കും. പക്ഷേ നമ്മൾ പലരും അത് അത്ര സീരിയസ് ആയിട്ട് കാണാറില്ല. അതത്ര കാര്യത്തിൽ നമ്മളതിൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കാറില്ല. ചില ആളുകൾക്ക് ചിലപ്പം സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ട വരെ ഒരു സ്റ്റേജിലോട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്കാണെങ്കിലും ആ ഒരു സപ്ലിമെൻറ്റ്സ് എന്നുള്ളൊരു സ്റ്റേജിലോട്ട് അവർ ചിന്തിക്കാറ് പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിലും കറക്റ്റ് അത് എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അപ്പം ചെറിയ രീതിയിലൊക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു സമൂഹം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ ചെറിയൊരു രീതിയിൽ വിറ്റാമിൻ ഡിൻ്റെ കുറവുണ്ടായിരിക്കാം. അപ്പോൾ അത് കരുതിയിട്ട് നമുക്കിത് എപ്പോഴും പോയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. കാരണം വിറ്റാമിൻ ഡി ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം വിറ്റാമിൻ ഡി കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അത് കൂടിയോ, അപ്പം ചെറിയ രീതിയിലേക്ക് കൂടിയിട്ടുള്ളൂ, അപ്പോൾ വീണ്ടും കൂടിയോ, ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഇത് പോയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകതയില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ അത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു പേരും കൂടിയുണ്ട്, സൺഷൈൻ വിറ്റാമിൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സൺഷൈൻ വിറ്റാമിൻ എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിറ്റാമിൻ ഡി നമുക്ക് കിട്ടുന്നത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് സൺ എന്ന് പറയുന്നത്, സൂര്യപ്രകാശം. നമുക്ക് കിട്ടുന്ന സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ ബോഡിയിലോട്ട് വിറ്റാമിൻ ഡി കിട്ടുന്നുണ്ട്. ഈ ഒരു വിറ്റാമിൻ ഡി നമ്മുടെ സ്കിന്നിൽ വന്ന് ചേരുമ്പം അത് കൺവേർട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സൂര്യപ്രകാശം എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്സ് ഉണ്ട്. രാവിലെ എണീറ്റ് നടന്നാൽ മതി, അപ്പം 2 ആണ് ഗുണങ്ങൾ. ഒന്ന് നമുക്ക് നടത്തോ ആവുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ വിറ്റാമിൻ ഡി കൂടുമെന്ന് പറയും. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ ഈ ഒരു 6, 7, 8 o'clock ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു 9 മണി എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്തുള്ളത് ഒരു ഇളം വെയിലാണ്. അപ്പം ആ ഒരു ഇളം വെയിൽ കൊള്ളുന്നത് കൊണ്ട് അത്രത്തോളം വലിയ ഗുണങ്ങളില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വിറ്റാമിൻ ഡി നമ്മുടെ ബോഡിയിലേക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ഒരു 10 മണിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കും ഈ ഒരു സമയത്തിൻ്റെ ഇടയിലായിട്ടുള്ള വെയിൽ നിങ്ങൾ കൊള്ളുന്നുണ്ടെങ്കിലാണ് നമ്മുടെ ബോഡിയിലേക്ക് നല്ല രീതിയിൽ വിറ്റാമിൻ ഡി കിട്ടുന്നത്. അപ്പം ബോഡിയിൽ വിറ്റാമിൻ ഡി കിട്ടണം എന്ന് കരുതിയിട്ട് നമ്മൾ നല്ല പൊള്ളുന്ന വെയിലിൽ പോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യകതയില്ല. നമ്മുടെ കൈകാലുകളിലേക്കുള്ള അബ്സോർപ്ഷൻ, അതായത് നമ്മുടെ കൈകാലുകളിലൂടെ ഇതിൻ്റെ അബ്സോർപ്ഷൻ നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് കൈയും കാലും നന്നായിട്ട് വെയിലത്ത് വെക്കാം, അല്ലെങ്കിൽ വെയിൽ കൊള്ളിക്കുക. അതും ഒരു 20 minutes ഒക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു വെയിൽ കൊള്ളിക്കണം. അപ്പം പലർക്കും സംശയമുണ്ട്, എത്ര സമയം നമ്മൾ വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളൊരു ഡൗട്ട് പലർക്കും വരാറുണ്ട്. അപ്പം അരമണിക്കൂർ മുതൽ ആണ് നമ്മൾ പറയുന്നത്. അപ്പം മാക്സിമം നമുക്ക് എത്രത്തോളം വെയിലത്തിരിക്കുക, അല്ലെങ്കിൽ കൈകാലുകൾക്ക് വെയിൽ കൊള്ളുക എന്ന് പറയുമ്പോൾ നമുക്ക് അരമണിക്കൂറൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയാണ് നമ്മൾ മാക്സിമം വെയിൽ കൊള്ളേണ്ടത്. അപ്പം ഈ സമയത്തിൽ നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ തന്നെ, ഡെയിലി ബേസിൽ നിങ്ങൾ കൊള്ളുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വിറ്റാമിൻ ഡിയുടെ അബ്സോർപ്ഷൻ ബോഡിയിൽ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിറ്റാമിൻ ഡി നമുക്കറിയാം ഒരുപാട് ഭക്ഷണത്തിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ വിറ്റാമിൻ ഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കാൽഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെയും ഒക്കെ അബ്സോർപ്ഷന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ കാൽഷ്യവും ഫോസ്ഫറസും വേണം പല്ലിൻ്റെയും എല്ലിൻ്റെയും മുടിയുടെയും ഒക്കെ ആരോഗ്യത്തിന്. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം, കാൽഷ്യം വേണം. ഈ കാൽഷ്യത്തിനെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അതിൻ്റെ ഡൈജഷനൊക്കെ കഴിഞ്ഞിട്ട് കാൽഷ്യത്തിനെ നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്തിട്ട് എല്ലിലും പല്ലിലും ഒക്കെ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ആണ്. അപ്പോൾ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു വിറ്റാമിനാണ്. അത് കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ നിങ്ങളുടെ ശരീരത്തിന് വേണം. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കാം,
അതിൻ്റെ ഒരു നോർമൽ റേഞ്ച് ഒക്കെ എത്രയാണ് വരുന്നത് എന്ന്. അപ്പം വിറ്റാമിൻ ഡിയുടെ ഒരു നോർമൽ റേഞ്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 20 നാനോഗ്രാം/ml ഇതിൻ്റെ മുകളിലായിരിക്കണം ഇതെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അപ്പം നമ്മൾ കുറച്ച് പ്രായമൊക്കെ എത്തിക്കഴിയുന്ന സമയത്താണെങ്കിൽ ഇതൊരു അബവ് 30 ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നമുക്കറിയാം വെയർ ആൻഡ് ടയർ എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ കൂടുതലും വരുന്നത് കുറച്ച് ഏജ് എത്തുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ ഏജ് എത്തുന്ന സമയത്ത് നമ്മളത് എപ്പോഴും എന്തിരിക്കണം, ഒരു 25 എബവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവർക്കും ഒരു സംശയമാണ്, നമ്മുടെ കേരളത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും ആളുകളിൽ വിറ്റാമിൻ ഡിയുടെ കുറവും കാര്യങ്ങളുമാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വീട്ടിനകത്തിരുന്ന് അല്ലെങ്കിൽ റൂമിനുള്ളിലിരുന്ന ജോലികളാണ് ഇപ്പം കൂടുതൽ നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്നതും അത് തന്നെയാണ്. കാരണം നമുക്കെല്ലാവർക്കും ഈ പുറത്ത് വെയിലത്തിറങ്ങി പണിയെടുക്കുക എന്ന് പറയുമ്പം അപ്പം എല്ലാവർക്കും മോഡ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓഫീസിനുള്ളിലായിരിക്കണം, ചിലപ്പോൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നുണ്ടായിരിക്കാം. പക്ഷെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം വെയിൽ കൊള്ളാതിരിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ഇപ്പം പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവർ ഈ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ഈ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് അവർക്ക് ആ വെയിലിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു വെയിൽ കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ളൊരു കാര്യം കൂടിയാണ്. പിന്നെ ഒരുപാട് പേരെ എടുത്തു നോക്കുന്നുണ്ടെങ്കിൽ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ മൈഗ്രെയിൻ തലവേദന വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം മൈഗ്രെയിൻ വരിക എന്ന് പറയുന്നതും ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വെയിൽ അത്രത്തോളം കൊള്ളാത്തത്. അപ്പം വെയിൽ കൊള്ളുന്നില്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണം, അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കണം. സപ്ലിമെൻറ്റ്സ് എടുക്കണം എന്ന് പറയുന്നത് എല്ലാവരും ചിലപ്പോൾ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യകതയില്ല. ഭക്ഷണം മാക്സിമം കഴിച്ചിട്ട് അതിലൂടെ അബ്സോർപ്ഷൻ കിട്ടുന്നില്ലെങ്കിൽ മാത്രം എടുത്താൽ മതി എന്ത് സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഭക്ഷണം മാക്സിമം കഴിക്കുക. അപ്പോൾ വിറ്റാമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ എന്ന് പറയുമ്പം നമുക്ക് കൂടുതലായിട്ടും നോൺ വെജ് അല്ലെങ്കിൽ മാംസം, മത്സ്യം കൂടുതലായിട്ട് അതിൽ തന്നെയാണ് വിറ്റാമിൻ ഡി ഉള്ളത്. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡെഫിഷ്യൻസിയും വിറ്റാമിൻ ഡി ആണ്. അവർ കൂടുതലായിട്ട് നമ്മൾ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പോൾ നോൺ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിലും മുട്ട, മത്സ്യം, എല്ലാത്തരം മത്സ്യങ്ങൾ കഴിക്കുക. മാംസമാണെങ്കിലും ഇപ്പോൾ ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിനകത്തോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഗിരണം ചെയ്യപ്പെടാൻ സാധിക്കുന്നതാണ്, അത് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ. അപ്പോൾ അതും ചെറിയൊരളവിൽ, അത് ആദ്യം എല്ലാം നമുക്ക് വിറ്റാമിൻ ഡി പെട്ടെന്ന് കൂട്ടണം എന്ന് കരുതിയിട്ട് അമിതമായിട്ടുള്ള അളവിലൊന്നും കഴിക്കേണ്ട. അപ്പോൾ ഏതൊരു മീറ്റ് അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതിപ്പോൾ യൂറിക് ആസിഡ്, ഫാറ്റി ലിവർ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം നിങ്ങൾ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് ആണ്? അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലിനും അതുപോലെ തന്നെ പല്ലിൻ്റെയൊക്കെ ആ ഒരു സ്ട്രെങ്ത്ത് നഷ്ടപ്പെടും. പെട്ടെന്ന് എല്ല് പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ എല്ലുകൾക്ക് പെട്ടെന്ന് വേദനകൾ വരിക, പെട്ടെന്ന് കടച്ചിൽ വരിക, അതുപോലെ തന്നെ മസിൽസിൽ പെട്ടെന്ന് ക്രാംസ് വരിക, പെട്ടെന്ന് കോച്ചി പിടിക്കുക, ഇതൊക്കെ വിറ്റാമിൻ ഡി കുറയുന്ന സമയത്ത് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഒരു ഇൻഫെക്ഷൻ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കുക. അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, ഇതെല്ലാം തന്നെ വിറ്റാമിൻ ഡി കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ പലരും ചെയ്യുന്നതാണ് ഫെറിറ്റിൻ, വിറ്റാമിൻ ഡി ടെസ്റ്റുകളൊക്കെ. അപ്പം ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ നിങ്ങൾക്ക് ഡോക്ടേഴ്സ് സപ്ലിമെൻറ്റ്സ് ഒക്കെ തരുന്നുണ്ടായിരിക്കും. ഒരു പരിധിയിൽ കുറവായിട്ട് നിന്നാൽ ചിലപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുത്ത് തന്നെ അത് കൂട്ടേണ്ടി വരും. അല്ലാത്ത പക്ഷേ ഇപ്പോൾ നോർമലി നമുക്ക് ഈ സിംറ്റംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ വിറ്റാമിൻ ഡി കുറവായിരിക്കാം ബോഡിയിൽ. അപ്പോൾ നമ്മൾ എന്തിരിക്കണം, അത് റിച്ച് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങൾ, പാലുൽപ്പന്നങ്ങൾ കഴിക്കുക, നട്ട്സുകൾ കഴിക്കുക, ബദാം, കാഷ്യൂ നട്ട്, എല്ലാവിധ നട്ട്സുകളും നിങ്ങളുടെ ശരീരത്തിലെടുക്കുക. എള്ളുകൾ കൂടുതലായിട്ട് നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളക്കടല കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക. നമുക്ക് കൂൺ കിട്ടുന്ന, ഇപ്പം അത് ഓൾറെഡി നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് കിട്ടുന്നുണ്ട് കൂണുകളൊക്കെ. അപ്പോൾ കൂണൊക്കെ കിട്ടുന്നത്, അഥവാ മഷ്റൂം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് മാക്സിമം ഉൾപ്പെടുത്തുക. നമുക്കറിയാം വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരെ, നമുക്ക് മൈൻഡ് വരെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സ്റ്റേജിലോട്ട് പോകും. അതുപോലെ നമ്മൾ അറിയാതെയാണ് നടക്കുന്നത്. അതൊക്കെ ഈ ഒരു വിറ്റാമിൻ ഡി കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള നല്ല ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നോക്കുക. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വിറ്റാമിൻ ഡി കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ഞാൻ ഈ പറഞ്ഞ സിംറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോയെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.